ഹലോ ഗൈസ്, അങ്ങനെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ അങ്ങനെ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഈ നടക്കണൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ അഭിപ്രായങ്ങൾ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇപ്പോൾ എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഉള്ളിലേക്ക് പോകുന്ന ഓരോ ഏരിയകളാണ്. ഞങ്ങളിങ്ങനെ ബൈക്കിലാവുകൊണ്ട് തന്നെ കുറേ ഉള്ളിലേക്ക് അങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ നല്ല രസമുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള കുതിരകൾ വന്നിനി ഇടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ കറങ്ങി തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഹോട്ടലിലൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഞങ്ങൾ എന്തായാലും ഒരു മലബാർ ഹോട്ടലിലാണ് ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നത്. ടിക്കറ്റ് കിട്ടാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കോണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ ഒരു പ്ലേസിലെത്തിയപ്പോൾ ഇവിടെ അങ്ങ് കടന്നു ഗൈസ്. നല്ല സുഖമായിരുന്നു. ഇത്ര നേരം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വന്നതല്ലേ. നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കിടക്കാൻ നല്ല സുഖമായിരുന്നു. അവിടെ കുറേ നേരം അവിടെ തന്നെ ഞങ്ങൾ ടൈം പോയിക്കണു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നീച്ചിട്ട് ഇതെല്ലാം അങ്ങനെ നടന്ന് കാണൽ തുടങ്ങിയത്. ഇതൊരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൂക്കളൊക്കെ വാടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള കാശിത്തുമ്പകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുളത്തിലൊക്കെ ഉണ്ടാവണ പായലൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് മറ്റേ വെള്ളപ്പൊടി ആവണ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ നടക്കാനും നല്ലൊരു ക്ലൈമറ്റുമാണ്. പിന്നെ നടക്കാനൊക്കെ ഭയങ്കര സുഖം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങളിത് ഈ കപ്പിൾസിനെയൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻ്റ് അടിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ പോകുന്നത് കാരണം കൊണ്ട് തന്നെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂം കിട്ടാൻ വേണ്ടി കുറേ കറങ്ങി തിരിഞ്ഞ് നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഡിവി പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് റൂം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പാട്ടും പാടി ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾക്ക് തപ്പി നടന്നിട്ട് ലാസ്റ്റ് കിട്ടിയത് ഇഡ്ഡലി. റോഡ് സൈഡിൽ നിന്നിട്ട് കഴിക്കുന്ന ഇഡ്ഡലിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായില്ല ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ ഫേസിൽ കാണുന്നത്. അപ്പോൾ അത് ചങ്കന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോയി. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇനി നാളെ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പാർട്ട് 4 ആയിട്ട് വരുന്നതായിരിക്കും. അതിലേക്കും ബൈ.